നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. 100-ലധികം യാത്രക്കാർ കുടുങ്ങി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് രാത്രി 10:40 പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനമാണ് റദ്ദാക്കിയത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നിതിൻ, എന്തുകൊണ്ടാണ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്? എന്താണ് വിമാന അധികൃതർ നൽകുന്ന വിവരങ്ങൾ? യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മാറാനായി എന്തെങ്കിലും നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? പ്രവിധ യാത്രക്കാർ വലിയ പ്രയാസമാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് രാത്രി 10:40 പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് റദ്ദാക്കിയത്. ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തി തിരിച്ച് ദുബായിലേക്ക് സർവീസ് നടത്തേണ്ട വിമാനമാണ്. പക്ഷേ മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം കോയമ്പത്തൂരേക്ക് വഴിതിരിച്ചു വിടുകയും അവിടെ വെച്ച് സാങ്കേതിക തകരാർ നേരിട്ടുവെന്നാണ് യാത്രക്കാരോട് സ്പൈസ് ജെറ്റ് അധികൃതർ നൽകിയിരിക്കുന്ന വിശദീകരണം. രാത്രി 10:40 പുറപ്പെടേണ്ട വിമാനത്തിനായി ഏതാണ്ട് 8 മണിക്കൂർ തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. പക്ഷേ വിമാനം 10:40 പകരം പിന്നീട് 11:40 സമയം മാറ്റിയതായാണ് ആദ്യം അറിയിച്ചത്. അതിനുശേഷം പിന്നീട് നാളെ വൈകിട്ട് 3 മണിക്ക് വിമാനം പുറപ്പെടുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ അറിയിച്ചിരിക്കുന്നത് നാളെ വൈകിട്ട് 5:30 വിമാനം പുറപ്പെടുള്ളൂ എന്നാണ്. അങ്ങനെ യാത്രക്കാർ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാരണം പലർക്കും തൊഴിലാവശ്യത്തിനായി ദുബായിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഏതാണ്ട് 100-ലധികം യാത്രക്കാരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രയാസമാണ് ഇപ്പോൾ യാത്രക്കാർ നേരിട്ടിരിക്കുന്നത്. ഏതാണ്ട് 150-ലധികം യാത്രക്കാരാണ് ഈ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിരുന്നത്. ഇന്ന് 10:40 പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ വൈകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് വലിയ പ്രയാസമാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. എന്തായാലും നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.